എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടിട്ടേ എന്താണെന്ന് മനസ്സിലാവണ്ടേ? ഒരു ചെരുപ്പ് പറ. എന്ത് മാസാണ്? എന്താണ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയാണ് രാജുവേട്ടന്റെ അവതാരപ്പിറവികളുടെ രൗദ്രഭാവമാക്കാൻ നോക്കി മൂഞ്ചിപ്പോയ പടം സിംഹാസനം. അങ്ങനെ രാജുവേട്ടനെ ഒരേ ഒരു രാജാവാക്കാനായി നമ്മുടെ ഷാജിയേട്ടൻ ഒരു ഫ്രഷ് സബ്ജക്റ്റുമായി എത്തും. നാട്ടിലെ മെയിനായ ഒരു അച്ഛന്റെ മെയിൻ കളി കൂടുമ്പോൾ വില്ലന്മാർ പിടിച്ച് സൈഡാക്കി ജയിലിലിടും, എന്നിട്ട് തട്ടിക്കളയും. ഇതറിഞ്ഞ് ബാംഗ്ലൂർ പഠിക്കുന്ന മകൻ നാട്ടിലെത്തി പ്രതികാരം ചെയ്യും. അല്ല, ഇത് നാടുവഴികളല്ലേ? നാടുവഴിയായിട്ട് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ മേക്കിംഗ് അടിപൊളിയായിരിക്കും. ഇനി കഥയിലേക്ക് വരാം. നാട്ടിലെ മെയിനാണ് നമ്മുടെ രാജുവേട്ടന്റെ അച്ഛൻ ചന്ദ്രഗിരി മാധവൻ. കേരളത്തിലെ മന്ത്രിസഭ വരെ താങ്ങി നിർത്തുന്നത് ഇദ്ദേഹത്തിന്റെ തോളിലാണ്. അങ്ങനെ ആ മന്ത്രിസഭയിലെ 4 MLA മാർ ഒരു പുലർകാലത്ത് കാലിവാരും. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വട്ടത്തിൽ മൂഞ്ചിയ ബാക്കി മന്ത്രിമാർ വട്ടം തിരിഞ്ഞിരുന്ന് ആലോചിക്കുമ്പോൾ ഈ തിരുമേനി പറയും, എന്റെ സഭയുടെയും പ്രാർത്ഥനയുണ്ടാവും, മാധവൻ രക്ഷിക്കും. അങ്ങനെ മാധവേട്ടൻ തന്റെ മാന്ത്രിക ശക്തിയെല്ലാം ഉപയോഗിച്ച് കാലിമാറിപ്പോയ MLA മാർ ബെല്ലാരിയിലാണുള്ളതെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ചിരിച്ചിരിക്കും, കാരണം മാധവേട്ടന് ബെല്ലാരിയിൽ ഒരാളുണ്ട്. അങ്ങനെ മാധവേട്ടൻ തന്റെ ആന്റണി പെരുമ്പാവൂരിനെയും കൂട്ടി ബെല്ലാരിയിലേക്ക് പോകും. ഈ ഗുണ്ടയായ സ്ത്രീയുടെ കൈകളിലാണ് ആ MLA മാരുള്ളത്. പക്ഷെ നമ്മുടെ മാധവേട്ടനെ കണ്ട ഉടനെ ആ സ്ത്രീ ഫിയർ ആവും. ബിക്കോസ് മാധവേട്ടൻ ഫാൻസ് അസോസിയേഷന്റെ ബെല്ലാരി ഘടകം പ്രസിഡന്റ് ആയിരുന്നു ആ സ്ത്രീ. എന്നിട്ട് മാധവേട്ടന്റെ 101 വീരചരിത്ര സാഹസിക കഥകൾ അവരോടെല്ലാം വിളമ്പും. മാധവേട്ടന്റെ കൂടെ വർഷങ്ങളായി ഇടവും വലവുമുള്ള ഇവരോടെന്തിനാണ് ഈ കഥകളെല്ലാം വീണ്ടും ആവർത്തിച്ച് തള്ള പറയുന്നതെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല, മനസ്സിലായി. എന്നിട്ട് അവിടുന്ന് മന്ത്രിമാരെയും രക്ഷിച്ചുകൊണ്ടുവന്ന് മന്ത്രിസഭ വീണ്ടും താങ്ങി നിർത്തും. നല്ല കാര്യം. ഇനി നമ്മുടെ രാജുവേട്ടന്റെ ഇൻട്രോയാണ്. ഒരു പുലർക്കാലത്തിൽ ബാംഗ്ലൂർ നഗരത്തിൽ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ രാജുവേട്ടൻ സമ്മതിക്കില്ല. രാജുവേട്ടൻ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുക്കാതെ ഓടും. കല്യാൺ സിൽക്സിലെ കളക്ഷൻ 4 ഇരട്ടിയാണ്. പിന്നെ നമ്മുടെ മാസാഷൻ ഹീറോ രാജുവേട്ടൻ അവരെയെല്ലാം തല്ലി പരിപ്പാക്കും. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അതൊരു തട്ടിക്കൊണ്ടുപോകലല്ലായിരുന്നു, അതൊരു കസ്റ്റംസ് അറസ്റ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ പെട്ടെന്ന് ബാക്കിയുള്ള പോലീസുകാരെല്ലാം ഓടിക്കൂടി രാജുവേട്ടനെ പിടിക്കും. പക്ഷെ രാജുവേട്ടൻ അങ്ങനെ ചന്ദ്രഗിരി മാധവന്റെ പാൻ ഇന്ത്യൻ റീച്ച് വെച്ച് രാജുവേട്ടൻ വീണ്ടും രക്ഷപ്പെടും. അങ്ങനെ നാട്ടിൽ ഉത്സവമായി. സ്വാഭാവികമായും ആ ഉത്സവം നടത്തേണ്ടത് രാജുവേട്ടനായിരിക്കുമല്ലോ. അങ്ങനെ രാജുവേട്ടൻ നാട്ടിലേക്ക് വന്ന് നാട്ടിലെ വീട്ടിലെ ചിക്കുമായി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് രാജുവേട്ടന്റെ മോഡേൺ ചിക്ക് വരും. അച്ഛനെ അറിയില്ലേ? അച്ചു, അർജുൻ മാധവ്. എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഇവിടെയല്ലേ ജഗൻ താമസിക്കുന്നത്? ആരാ? ജഗന്നാഥൻ, ജഗ്ഗു. ചെയ്തത് അത് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ ക്യാമറ വെച്ച് അത് ചെയ്തു തരാൻ പറയും. അതാണ്. അങ്ങനെ രാജുവേട്ടന് വേണ്ടി മോഡേൺ ചിക്കും നാടൻ ചിക്കും തമ്മിൽ ഇടിപിടി കൂടുകയാണ്. അങ്ങനെ അവരുടെ കിടമത്സരത്തെപ്പെട്ട് രാജുവേട്ടൻ തിരുതങ്കപ്പുളകതിനാവുകയാണ് ഗൈസ്. ഇങ്ങനെ പോയാൽ ഈ പടം പീസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ പീസുകൾ ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, ഷാജിയേട്ടൻ വില്ലന്മാരെ ഇറക്കും. നല്ല കാര്യം. നമ്മുടെ ഫസ്റ്റ് വില്ലനാണ് ദേവ്ജി. സെക്കൻഡ് വില്ലൻ ദ കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ സിദ്ദിഖിക്ക. ഈ പുള്ളി അധികം ഫാൻസ് ഒന്നും ഇല്ലെങ്കിലും ആളും അത്യാവശ്യം ടെററാണ്. ഇവരുടെ ഗ്യാങ്ങിന്റെ പേരാണ് അന്നപൂർണ. പേര് കേട്ട് കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്നവരാണെന്ന് തോന്നിയാലും പക്ഷെ ഇവരൊക്കെ വൻ വില്ലന്മാരാണ്. കർണാടക മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റേ റെഡ്ഡി ബ്രദേഴ്സും പിന്നെ ഇവരും ഒരൊറ്റ ടീമാ. ഇതൊക്കെ പറഞ്ഞാണ് ദേവ്ജി കർണാടകയിലെ മിനിസ്റ്റർമാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നത്. ഇവർ വന്ന പാടെ തന്നെ നമ്മുടെ രാജുവേട്ടനുമായി കൊമ്പുകൂർ. അങ്ങനെ നമ്മുടെ ദേവ്ജി ഡാനിയരെ രാജുവേട്ടനെ എടുത്തിരിച്ച് പഞ്ഞിക്കിടും. ഇത് കണ്ട് നമ്മുടെ സിദ്ദിഖൊക്കെ അടിക്കാനിറങ്ങുമ്പോൾ ദേവ്ജി പറയും, പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആയതേ ഉള്ളൂ, നമുക്കുള്ള ഇടിയും ക്ലൈമാക്സിലാണ്. നല്ല കാര്യം. വന്നിറങ്ങിയ ഉടനെ ഇടികിട്ടിയെങ്കിലും ദേവ്ജിയൻ ബോയ്സ് പിന്നീട് അങ്ങോട്ട് വൻ വില്ലത്തരവാണ് കാണിക്കുന്നത്. കള്ളനോട്ട് കേസ്, പട്ടൽ പകൽ പോലീസ് സ്റ്റേഷനിൽ കയറി SP തല്ലിച്ചതയ്ക്കുക, കോടതിയിൽ ചെന്ന് വക്കീലിനെ കൊണ്ട് പോലീസുകാരനെ വെടിവെച്ച് കൊല്ലുക. ഇതൊന്നും പോരാജിട്ട് നമ്മുടെ ചന്ദ്രഗിരി മാധവനെ ഒരു കള്ളനോട്ട് കേസിൽ അകത്താക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ രാജുവേട്ടനായ ചന്ദ്രഗിരി മാധവൻ ഫാൻസ് എല്ലാരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് അടിച്ചു കയറി വരും. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ തുടങ്ങി. കല്യാൺ സിൽക്സില് കളക്ഷൻ 4 ഇരട്ടിയാണ്. രാജുവേട്ടന്റെ ഈ ഷോ ഓഫും കൂടെ കാണുമ്പോൾ നമ്മുടെ റിയാസിക്ക് മാധവനിട്ട് 2 ഇടിയും കൂടെ കൂടുതൽ കൊടുക്കും.
കോമഡി. പ്രതികാരരാഹിയായ രാജുവേട്ടന് റിവഞ്ചിനിറങ്ങും. ക്യാഷ് എറിഞ്ഞ് മിനിസ്ട്രി ഹോൾഡ് ഉണ്ടാക്കും. എന്നിട്ട് അന്നപൂർണ്ണക്കാരുടെ അരിക്കടയങ്ങ് പൊട്ടിക്കും. നല്ല കാര്യം. നാട്ടുകാരെല്ലാം ചേർന്ന് രാജുവേട്ടനെ ആരാനന്തപുരനാക്കി ഉത്സവം നടത്തണമെന്ന് തീരുമാനിക്കും. അവിടേക്ക് നമ്മുടെ വില്ലന്മാരും സിദ്ദിഖിക്കയെല്ലാം അവിടെ കടന്നു വരും. എന്നിട്ടൊരു സംഘടനപരമായ രംഗത്തിന് ശേഷം സിദ്ദിഖിക്ക് ആന ചവിട്ടിക്കൊല്ലും. പടം തീർന്ന് ശുഭം. സ്വന്തം സിനിമകളുടെ കഥകളെല്ലാം ചേർത്ത് മാഷപ്പാക്കി തിയേറ്ററിൽ ഇറക്കിയ ഷാജിയേട്ടനാണ് ഇന്നത്തെ സല്യൂട്ട്.